ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ്, മനഃപൂർവ്വമായി വരുത്തിയ ക്രമക്കേടുകളാണ്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പലരുടെയും പേരുകളില്ല. ബൾക്കായിട്ടുള്ള പേരുകൾ, ഉണ്ടായിരുന്ന പേരുകൾ എങ്ങനെ പോയി വോട്ടർ പട്ടികയിൽ നിന്ന്? 3-4 വർഷം മുമ്പ് മരിച്ചവരുടെ പേര് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ കിടക്കുകയാണ്. ചില വോട്ടർമാർ അവർ താമസിക്കുന്ന വാർഡിൽ അവരുടെ പേരില്ല, വേറെ അപ്പുറത്തുള്ള വാർഡിലാണ് അവരുടെ പേര് കിടക്കുന്നത്. ഒരു വീട്ടിലെ തന്നെ വോട്ട് കുറച്ച് പേരുടെ ഈ വാർഡിലുണ്ട്, ആ വീട്ടിലെ തന്നെ ചില അംഗങ്ങളുടെ പേരുകൾ വേറെ വാർഡിലെ വോട്ടർ പട്ടികയിലാണ്. ഈ വിവരശേഖരണത്തിനെത്തിയ ഉദ്യോഗസ്ഥർ പലരും CPM പ്രാദേശിക നേതാക്കളുടെ സഹായം തേടിയിട്ടാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത്. ചില വോട്ടർമാർക്ക് 3 വാർഡിൽ വോട്ടുണ്ട്. 3 വാർഡിൽ ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ട്, അതെങ്ങനെ ഉണ്ടാവുന്നത്? പിന്നെ മാത്രമല്ല, വാർഡിൻ്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കിയിട്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. വാർഡിൻ്റെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വാർഡിൻ്റെ സ്കെച്ച് കൊടുത്തിട്ടില്ല, പുതിയ വാർഡിൻ്റെ സ്കെച്ച് കൊടുക്കണ്ടേ, അതിൻ്റെ എലുക നിശ്ചയിച്ചു കൊടുക്കണ്ടേ, മാപ്പ് കൊടുക്കണ്ടേ. എന്നാലാണ് ഇപ്പോൾ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന വാർഡിൻ്റെ അല്ലെങ്കിൽ പഴയ വാർഡിൻ്റെ മാറ്റം വരുത്തിയിരിക്കുന്ന ഏരിയ ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ. എന്നാലല്ലേ അവിടെ ഇല്ലാത്ത വോട്ടർമാരുടെ പേര് ചേർക്കാൻ പറ്റുള്ളൂ. ആരുടെ പേര് ഏത് വാർഡിലാണ് ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എലുക അറിയണം. ആ എലുക അറിയില്ല. എന്നിട്ട് 23-ാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ 7-ാം തീയതി, ഓഗസ്റ്റ് 7-ാം തീയതി 15 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയാണ്. ഒരു കാലത്തും ഇല്ലാത്ത നിബന്ധനകളാണ് ഉണ്ടായിരിക്കുന്നത്. 15 ദിവസം കൊണ്ട് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്? ഒന്നാമത്തെ പ്രശ്നം, ഈ എലുക പോലും ഇല്ല, അറിയില്ല, സ്കെച്ച് അറിയില്ല, വാർഡിൻ്റെ അതിർത്തി ഏതാണ് എന്നറിയാതെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്? ഈ വാർഡിലാണോ ചേർക്കേണ്ടത്, അടുത്ത വാർഡിലാണോ ചേർക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഈ വാർഡിൻ്റെ അതിർത്തി അറിയണ്ടേ? എങ്ങനെയാണ് ചേർക്കുന്നത്? 2 പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം അവരാകെ പറഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി മുതൽ ഇലക്ഷൻ ഡേറ്റ് വരെ ഉള്ള സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പാടില്ലെന്ന്. അതിനർത്ഥം എന്താ? നോമിനേഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഈ 15 ദിവസമായിട്ട് ഇവരെന്തിനാണ് പരിമിതപ്പെടുത്തിയത്? ഈ 15 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ ഒരാളുടെ പേര് ചേർക്കാനുള്ള സ്വാഭാവികമായ പ്രക്രിയ തന്നെ നീണ്ടതാണ്. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ച ശേഷം കീഴുദ്യോഗസ്ഥൻ എൻക്വയറി നടത്താനായി ചുമതലപ്പെടുത്തും. ആ ഉദ്യോഗസ്ഥൻ എൻക്വയറി നടത്തി വെബ്സൈറ്റിൽ വിവരം അപ്ലോഡ് ചെയ്യണം. ഇതിനൊക്കെ സമയമെടുക്കില്ലേ? മാത്രമല്ല, പല വിദ്യാർത്ഥികളും അന്യ സംസ്ഥാനത്ത് അടക്കം വിദ്യാഭ്യാസത്തിന് പോയിട്ടുണ്ട്. അവർക്ക് നാട്ടിൽ വന്ന് വോട്ട് ചേർക്കാനും കൂടുതൽ സമയം ആവശ്യമുള്ളതല്ല. പഠിക്കാൻ പോയ കുട്ടികൾക്ക് വോട്ട് ചേർക്കണ്ടേ? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുന്നതും ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു വോട്ട് ചേർക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അയാളുടെ വോട്ട് അവിടെ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ 2 വോട്ട് വരും, ഇരട്ടിപ്പ് വരും, 2 വാർഡിൽ വോട്ട് വരും. അതിനൊന്നുള്ള സമയം ഇതിൻ്റെ അകത്തില്ല. ഇപ്പം 2 ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും അറിയണം, 2 EROമാരും പരസ്പരം അറിയണം. ഒരാൾ മാറി ആ വാർഡിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റി ഇവിടെ വോട്ട് ചേർക്കുമ്പോൾ ഇവിടുത്തെ EROയും അറിയണം, അപ്പുറത്തെ ആളും അറിയണ്ടേ? അറിയണമെങ്കിൽ സമയമെടുക്കില്ലേ? മാത്രമല്ല, ഇപ്പം തന്നെ വളരെ ഈ കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ യാതൊരു കാരണവശാലും ഈ സമയം കൊണ്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ 15 ദിവസം എന്നുള്ളത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നത് വരെയുള്ള സമയമാണ് കൊടുക്കേണ്ടത്. ഏറ്റവും മിനിമം 30 ദിവസമെങ്കിലും ഇത് കൊടുക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ഈ 15 ദിവസമാക്കി ചുരുക്കുന്നത്? ഞാൻ പറഞ്ഞ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലേ ഇലക്ഷൻ്റെ കൺസെപ്റ്റ്? സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷൻ അല്ലേ? ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ള ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഇനി അത് എടുക്കാൻ ബൾക്കായിട്ടുള്ള വോട്ടുകൾ മാറ്റം ചെയ്തേക്കാണ്. എന്തോരം വോട്ടർ പട്ടിക പഠിച്ചാൽ മാത്രമാണ് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സമയം പോലും കൊടുക്കാതെ മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞേക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
CPM നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പറയാൻ പറ്റും. ഞങ്ങൾ വേറൊരു കാര്യം കൂടി പരാതി പറഞ്ഞു. ജനറൽ ഇലക്ഷനിലും പാർലമെന്റിലേക്കും അസംബ്ലി ഇലക്ഷനിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1100 വോട്ടായി നിജപ്പെടുത്തി ഒരു ബൂത്തിൽ, ഒരു പോളിംഗ് ബൂത്തിൽ. അതായത് അത്രയും പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയാ? ഇവിടെ റൂറൽ ഏരിയയിൽ 1300 വോട്ടാണ്. പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരു വോട്ട് ചെയ്താൽ മതി പോരെ. ഇവിടെ റൂറൽ ഏരിയയിൽ 3 വോട്ട് ചെയ്യണം. ഒരാൾ 3 വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾ, ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യാനൊക്കെ എത്ര സമയം എടുക്കും ഈ 3 വോട്ട് ചെയ്യാൻ? ഒരു മോക്ക് ഡ്രില്ല് നടത്തി അത് പരിശോധിച്ചാൽ ഈ 1300 പേർക്ക് 3 വോട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ 1100 ചുരുക്കി. ഇവിടെ 1300 വർദ്ധിപ്പിച്ചു. അപ്പോൾ പോളിംഗ് ബൂത്തുകൾ കുറച്ചു. പോളിംഗ് ബൂത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോവിഡായിരുന്നു. ധാരാളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ പോളിംഗ് ബൂത്തിന് ആവശ്യമായ ജീവനക്കാരുണ്ടായിരുന്നു, അതിനുള്ള വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, എല്ലാ സംവിധാനവും കയ്യിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അപ്പം ഇവർ മനഃപൂർവ്വമായിട്ട് ഇത് വൈകിപ്പിച്ച് രാത്രി 10 മണിയായാലും പോളിംഗ് തീരില്ല. വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഞങ്ങൾ അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ കുറേ സമരം എഴുതി യൂണിവേഴ്സിറ്റികളിലെല്ലാം, ഭയങ്കര ബഹളമായിരുന്നു. CPM നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത്? വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം CPM SFI ഒക്കെ അവസാനിപ്പിച്ചോ? ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇതെപ്പോഴും സെറ്റിൽമെന്റ് ആണെന്ന്. ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോൾ ഒരു ഗവർണർ ഒരു പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ വേണ്ടിയിട്ട് കുറേ സമരവും ബഹളമൊക്കെ നടക്കും. പിന്നെ കൂടിക്കാഴ്ചയായി, മധുരപലഹാര വിതരണമായി, സെറ്റിൽമെന്റായി. ഇരുട്ടിന്റെ മറവിലാണ് CPM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ പോരാട്ടമൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത്. ഇത് തമാശയാണ് ഈ നാടകം. എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി മുഹമ്മദ് ഖാൻ ഉള്ളപ്പോൾ തൊട്ട് നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണറും വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേറൊന്നും ഈ ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ ഈ വാർഡുകളിൽ ഇപ്പം ചില മേഖലകളിൽ വാർഡുകൾ എണ്ണം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതാക്കളും കോൺഗ്രസ് സ്വാധീനമുള്ളത് വാർഡുകളിലെല്ലാം അതങ്ങനെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഏകതാനത ഇല്ലാതെ ഈ കാര്യം നിർവഹിച്ചു. അതുമാത്രം ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ ഞാനിത് പറഞ്ഞില്ല എന്നുള്ളത് ചോദിച്ചത് നന്നായി. ഞാനിത് വിട്ടു. ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചുകൊണ്ടാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വീടുകൾ കൂടി ചേർക്കണം. പിന്നെ ഫ്ലാറ്റ്, ആളൊഴിഞ്ഞ ഫ്ലാറ്റുകളൊക്കെ ഈ ജനസംഖ്യ കണക്കാക്കുമ്പോൾ കണക്കാക്കരുത്. ഇവർക്ക് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വോട്ട് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട്, അപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട് എടുത്തിരിക്കുക. ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിരിക്കുകയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതികൾ കൊടുക്കാൻ പോയപ്പോൾ ആ പരാതികൾ ഗൗരവമായി സ്വീകരിച്ചിട്ടേ ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ, അവർ തോന്നിയതുപോലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു എന്ന് വരുത്തി വാങ്ങിച്ചു വെച്ചിട്ട് പരാതികൾ പരിശോധിക്കാതെ തീരുമാനമെടുത്തിരിക്കുകയാണ്. വ്യാപകമായ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ജയിക്കില്ലെന്നറിയാം, എന്നാലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പക്ഷെ ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ചതിനെതിരായിട്ട് എല്ലാവരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഡൽഹിയിൽ സമരം നടക്കുകയാണ്. ഇവിടെ അത് വേണ്ടി വരും. ഇവിടെ അത് തന്നെ നടക്കണത്. ഇവിടുത്തെ ലോക്കൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവർ തോന്നിയതുപോലെ CPM-ഉമായിട്ടുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചേർത്ത് തോന്നിയതുപോലെ ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും.
ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് തെളിവുകൾ ഹാജരാക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിലെ ഇപ്പോഴുള്ള ക്രമക്കേട് സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിന് CPM-ഉം കൂട്ടുനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം.